സേതുവേട്ടനെ മഹാബലിയാക്കാൻ പറ്റിയ ഒരു സിറ്റുവേഷനാണ്. കാരണം പുള്ളി ഇപ്പം നന്നായിട്ട് വെയിറ്റ് കൂടിയിട്ടുണ്ട്, നല്ല കുടവയറൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഡ്രസ്സും കൂടിയൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ. അതുകൊണ്ട് കിരൺ ചേട്ടൻ രൂപത്തിലും കുടവയറും എല്ലാം കൂടി. എൻ്റെ ആങ്ങളായിട്ട് അഭിനയിക്കുന്ന അനിരുദ്ധൻ ചേട്ടൻ നമ്മുടെ നാട്ടിൽ എന്താ പറയുക കുറച്ച് കുടവയറും ശരിക്കുള്ള മഹാബലി നല്ല മുസൽമാനായിട്ടൊക്കെ ആയിരിക്കും. പക്ഷേ നമ്മളങ്ങനെയല്ലല്ലോ, നമുക്ക് കുറച്ച് കുടവയറൊക്കെ ഉള്ള ആളല്ലേ വേണ്ടേ. അതുകൊണ്ട് എൻ്റെ അച്ഛൻ ക്യാരക്ടർ ചെയ്യുന്ന ജയനങ്കൾ അപ്പിയറൻസ് വൈസും പിന്നെ മൊത്തത്തിൽ ആ ഒരു ബോഡി പോസ്റ്റേഴ്സൊക്കെ വെച്ചിട്ട് ഒരു മഹാബലി ലുക്കൊക്കെ ഉണ്ട്. മാച്ചാവും മഹാബലിയായിട്ട്. ചെയ്തു അവൻ്റെ ഒരു സൈസ് വെച്ചും രൂപം കൊണ്ടും കുറച്ചും കൂടെ ആപ്റ്റായിരിക്കുമെന്ന് ഫീൽ ചെയ്തു. എനിക്ക് വേറെ ആരും കൂടെ മഹാബലിയായിട്ട് വരാൻ തക്ക രീതിയിൽ വേറെ ഉള്ളൊരു ശോഭി ചേട്ടനെയോ അല്ലെങ്കിൽ സായി ചേട്ടനെയോ ഒന്നും ആ ഒരു കാറ്റഗറിയില്ല. പിന്നെ ഭംഗിയുള്ള മാവേലി വേണം, ഹാൻസം മാവേലി. എനിക്ക് റൈജനാക്കണം. സേതു അല്ല, ഇപ്പോഴത്തെ ഈ മൊട്ട ഒരവസ്ഥയും മൊത്തത്തിൽ അവൻ്റെ ഷേപ്പൊക്കെ കണ്ടിട്ട് അവന് മാവേലി അവൻ പക്കയാണ്. നോക്കി അങ്ങോട്ട് നോക്കി. സൂര്യനെ വാമനായിട്ട് കാണുന്നു, അത്ര തന്നെ. എന്താ പറഞ്ഞാൽ ഹൈറ്റ് കുറഞ്ഞൊരു കുഞ്ഞെന്നല്ലേ ഉദ്ദേശിക്കുന്നത് ശരിക്കും വാമൻ തന്നെ. അപ്പോൾ അങ്ങനെ ഉദ്ദേശിച്ചു, അത്രേ ഉള്ളൂ. അങ്ങനെ വാമനൻ്റെ പോലത്തെ ഒരു കോസ്റ്റ്യൂം ഇടാൻ പറഞ്ഞാൽ ചിലപ്പോൾ സൂര്യക്ക് നല്ലതായിരിക്കും. ഇങ്ങനത്തെ മുണ്ടും ആ ബ്രാഹ്മിൻ്റെ പൂണൂലും അതൊക്കെ കൊടുത്ത് ഇങ്ങനെ പാവത്താനെ പോലെ പോകാൻ പറഞ്ഞാൽ ചിലപ്പോൾ നല്ലതായിരിക്കും. രൂപത്തിൽ അങ്ങനെയുള്ള ഒരാളില്ലല്ലോ. നമുക്ക് സ്വഭാവത്തിൽ വെച്ചിട്ടാണെങ്കിൽ സൂര്യനെ പറയാം. കാരണം സൂര്യയുടെ ക്യാരക്ടർ നിങ്ങൾക്ക് അറിയാമല്ലോ, എല്ലാം സഹിക്കാനും ക്ഷമിക്കാനും നിന്ന് കൊടുക്കുന്ന ഒരാളല്ലേ. അതുകൊണ്ട് വാമനൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സുബീർ. മൈക്കിളാശാനാണ് എന്നെ എപ്പോഴും ചവിട്ടി താത്തിക്കൊണ്ടിരിക്കുന്നത്. രക്ഷപ്പെടാൻ സമ്മതിച്ചിട്ടില്ല ഇതുവരെ. വാമനൻ എൻ്റെ ഭർത്താവ് ദേവൻ. ഓണത്തല്ലാണെങ്കിൽ നമ്മളത് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പം എന്നെ പറയുമായിരിക്കും. ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓക്കെ ഞാൻ തന്നെ ആയിക്കളെ നോക്കാലോ. മിക്കവാറും ഞാനായിരിക്കും. അല്ല, ഇടയ്ക്കിടയ്ക്ക് ഞാൻ സീനൊക്കെ തെറ്റിക്കുന്നുണ്ടല്ലോ. മിക്കവാറും പുള്ളിയുടെ തല്ല് എനിക്ക് കിട്ടാൻ ചാൻസ് ഉണ്ടല്ലോ. ഞാൻ തന്നെ നല്ല രസകരമായി ഭയങ്കരമായിട്ട് ഹ്യൂമർ ഇഷ്ടപ്പെടുന്നതാണ് പുള്ളി, ഞങ്ങളുടെ ഡയറക്ടർ തന്നെ. ഞാൻ എപ്പോഴും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളി എന്തെങ്കിലും ഒന്ന് സെറ്റിൽ ശ്രദ്ധിക്കാണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ പറയും, ദേവാ ശ്രദ്ധിക്കുന്നു പറയും. അതുകൊണ്ടാണ് പറഞ്ഞത്.